തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. ഇനി എത്ര പേരുണ്ട്? 40 OP കൂടി ഉണ്ട്. ഇതെല്ലാം കൂടെ എപ്പോ തീരാനാ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു പേര് ചേട്ടൻ്റെ അടുത്തേക്ക് അയക്ക്. ഇല്ലെങ്കിൽ ഇത് അർത്ഥരാർത്ഥിയാൻ തീരില്ല. അടുത്ത വിളിക്ക്. ശരി. എല്ലാ രോഗികളെയും നോക്കാൻ അനന്ത ഡോക്ടർക്ക് സമയമില്ലെന്ന് കുറച്ചു പേരെ ചേട്ടൻ ഡോക്ടറുടെ അടുത്തേക്ക് അയക്കാൻ. ഞാൻ എന്ത് ചെയ്യണ സിസ്റ്ററെ? എല്ലാ രോഗികൾക്കും അനന്തൻ ഡോക്ടർ മതി, നന്ദൻ ഡോക്ടർ വേണ്ട. പേടിച്ചിട്ടാ? മറ്റു വല്ലതുമാണെങ്കിൽ എക്സ്റേയിലെങ്കിലും കാണാം. വല്ല മരുന്നും മാറ്റി എഴുതിയാലേ ചത്തത്തെ വിവരം അറിയൂ. അതെയോ, ഇനി അത് ഊതി ഉറപ്പിക്കണ്ട. ഒരു കയ്യബ്ദം പറ്റും സാധാരണയാ. അതിന് വരുന്നതിനും പോകണമെന്നൊക്കെ ഇതിനെ പറ്റി ഇങ്ങനെ പ്രസംഗിക്കും. ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാമോ? ഒരു രോഗിക്കും നന്ദു ഡോക്ടറെ കാണണ്ട. അനന്തന്റെ മുറിയിലെ പേഷ്യൻസിനെ കണ്ടിട്ട് അസൂയ തോന്നി. ഒരു പൂരത്തിനുള്ള ആളുണ്ട്. അപ്പുറത്ത് അളിയന്റെ മുറിയുടെ മുന്നിലോ 3-4 പേർ, നമ്മുടെ അച്ഛന്റെ തലയിലെ മുടി പോലെ. ഉള്ളവർ തന്നെ അപ്പുറത്തെ തിരക്കിപ്പെട്ട് തെറിച്ചു വീണവർ. സർക്കാർ സർവീസിലായിരുന്നു അവനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തതാ. അന്നൊക്കെ നിന്റെ കണ്ണിലെ കരട് ഞാനായിരുന്നല്ലോ.